ഇന്നത്തെ വചനചിന്ത, നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കൾക്ക് നഷ്ടപ്പെട്ടത് എന്തുമായിക്കോട്ടെ, അതിലും അധികമായി തിരികെ നൽകുവാൻ ദൈവത്തിന് സാധിക്കും. വിജയത്തിലേക്ക് മുന്നോട്ട് ദൈവം താങ്കളെ നടത്തും. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ കടന്നു വരുമ്പോൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യർ അകന്നു മാറാറുണ്ട്. എന്നാൽ താങ്കളുടെ കണ്ണുനീർ കണ്ടിട്ട് കാണാതെ മാറിപ്പോകുന്നവനല്ല യേശു ക്രിസ്തു. യേശു താങ്കളെ തീർച്ചയായും കണ്ണുനീർ തുടച്ച് താങ്കളെ ആശ്വസിപ്പിക്കും. വചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവസന്നിധിയിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ എപ്പോഴെങ്കിലും തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ദൈവം താങ്കളെ മാനിപ്പാൻ സമയമായി. ഒരു വശത്ത് ശത്രു താങ്കളുടെ നന്മയുടെ വഴി അടയ്ക്കുമ്പോൾ, മറുവശത്ത് അത്ഭുതകരമായ മറ്റൊരു വഴി ദൈവം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി തുറക്കും. യെരമ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: അവൻ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ല താനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ആര് മറന്നാലും താങ്കളെ മറക്കാത്ത ദൈവം കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരം നമ്മെ ചേർത്ത് പിടിക്കും. ഇന്നത്തെ ദുഃഖങ്ങൾ സാരമില്ല. ഏത് ദേശത്താണ് താങ്കൾ തോറ്റത്, ഏത് ദേശത്താണ് താങ്കൾ തോറ്റെന്ന് പറയുന്നത്, ആ ദേശത്ത് താങ്കളുടെ ദൈവം മാനിക്കും. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 3-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഭക്തനായ അബ്രഹാമിനെ അനുഗ്രഹിച്ച് അബ്രഹാമിൻ്റെ പേർ വലുതാക്കിയ ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെയും അനുഗ്രഹിക്കും. ചിന്തിക്കാത്ത ഉറവകളെ, വഴികളെ താങ്കളുടെ മക്കൾക്ക് വേണ്ടി ദൈവം തുറക്കും. സമുദ്രത്തിൽ ഒരു വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും, മരുഭൂമിയിൽ ഉറവകളെയും വഴികളെയും പാറയിൽ നിന്ന് വെള്ളത്തെ തരുവാനും, നിർജ്ജന പ്രദേശത്ത് നദികളെയും ഉണ്ടാക്കുവാൻ യേശു ഇന്നും വിശ്വസ്തനാകുന്നു. തിരുവചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു: ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ എന്ന്. അതെ, ഞാൻ ഇന്നും, ഞാൻ അനന്യം തന്നെ, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. കരുതുന്ന ദൈവം കൂടെയുള്ളപ്പോൾ എന്തിനു ഭയപ്പെടണം? മനം എന്തിന് കലങ്ങണം? നമ്മെ കാണുന്ന യേശുവുണ്ട്. മറ്റാർക്കും നാം കടന്നു പോകുന്ന അവസ്ഥയെ മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോഴും നമ്മെ നന്നായി അറിയുന്ന ദൈവം തക്ക സമയത്ത് ദൈവത്തിൻ്റെ കരുതൽ നമുക്കായി വെളിപ്പെടുവാനിടയാകും. കർത്താവ് യേശു ക്രിസ്തു പത്രോസിനോട്, നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും, അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. കരം കൊടുക്കുവാൻ കഴിയാതെ ശൂന്യമായ പത്രോസിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി പത്രോസിന് കരുതലൊരുക്കിയ ദൈവം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടിയും കരുതും. ദൈവം താങ്കളെ അത്ഭുതകരമായി നടത്തും. അതിനാൽ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൈവകരങ്ങൾ താങ്കൾ സുരക്ഷിതനാണ്. വിശ്വാസ ജീവിതയാത്രയിൽ മുന്നേറുമ്പോൾ, എല്ലാ വഴികളും അടയുമ്പോൾ, തക്ക സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങൾ താങ്കൾക്കായി പ്രവർത്തിക്കും. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ശൂന്യതകൾ കടന്നു വരുമ്പോൾ, വായ്പ വാങ്ങി തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ ഭാരപ്പെടുമ്പോൾ വിശ്വസിക്കുക, താങ്കളുടെ ഇപ്പോഴുള്ള സ്ഥിതികളെ കർത്താവ് മാറ്റും. ഇനി താങ്കൾക്ക് കടം വാങ്ങുവാനുള്ള അവസ്ഥകൾ കടന്നു വരികയില്ല. കടം കൊടുക്കുന്നവരാക്കി ദൈവം താങ്കളെ നിശ്ചയമായി ഉയർത്തും. പ്രതിസന്ധികൾ എന്തു കടന്നു വന്നാലും പതറരുത്. പ്രതിസന്ധികൾക്ക് നടുവിൽ വിടുതൽ നൽകുന്ന ദൈവകരത്തിൽ മുറുകെ പിടിക്കുക. ആരെല്ലാം കൈവിട്ടാലും നമ്മെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത, നഷ്ടങ്ങളെ ലാഭമാക്കുന്ന കർത്താവ് കൂടെയുണ്ട്. ആകയാൽ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.